എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള 2020-21 അധ്യയന വർഷത്തെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ 2021 ജനുവരി 31 തീയതി വിവിധ വിദ്യാലയങ്ങളിലായി നടക്കുകയാണ്. കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്. ഈ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യമായി വിജയാശംസകൾ നേരുന്നു. ഈ പരീക്ഷ എങ്ങനെ എഴുതണമെന്നും ഉയർന്ന വിജയം എങ്ങനെ കരസ്ഥമാക്കാമെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പരീക്ഷയുടെ സിലബസും ഘടനയും 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ വീതമുള്ള 2 പാർട്ടുകളായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അരമണിക്കൂർ, അതായത് 30 മിനിറ്റ് അധിക സമയം ഉണ്ടായിരിക്കുന്നതാണ്. പാർട്ട് 1 രാവിലെ 10 മണി മുതൽ 11:30 വരെ ആയിരിക്കും. മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, അതായത് മാറ്റിൽ മാനസിക ശേഷി പരിശോധിക്കുന്ന 90 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ചോദ്യങ്ങളിൽ സാദൃശ്യം കണ്ടെത്തൽ, വർഗീകരിക്കൽ, സംഖ്യാശ്രേണികൾ, പാറ്റേണുകൾ തിരിച്ചറിയൽ, മറഞ്ഞിരിക്കുന്ന രൂപങ്ങൾ കണ്ടെത്തൽ എന്നിങ്ങനെ വിവിധ മേഖലകൾ ഉൾപ്പെടും. സാറ്റിലാണെങ്കിൽ 7-8 ക്ലാസ്സുകളിലെ ഭാഷേതര വിഷയങ്ങളായ സോഷ്യൽ സയൻസ്, അതിന് 35 മാർക്കാണ്. അടിസ്ഥാന ശാസ്ത്രം, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ വിഷയങ്ങളിൽ ആകെ 35 മാർക്ക്. അടിസ്ഥാന ഗണിതം 20 മാർക്ക് എന്നിവയിൽ നിന്നും 90 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഈ വിഭാഗത്തിൽ ഉണ്ടായിരിക്കും. താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പ്രസ്തുത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന തലത്തിലുള്ള ചിന്താ പ്രക്രിയ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. 2 പാർട്ടിലെയും ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. പരീക്ഷാ തീയതിയും സമയദൈർഘ്യവും. പരീക്ഷാ തീയതി ഞാൻ നേരത്തെ പറഞ്ഞു, 2021 ജനുവരി 31. സമയം പാർട്ട് 1 മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, അതായത് മാറ്റിന് 10 മണി തൊട്ട് 11:30 വരെയാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് മാത്രം 10 മുതൽ 12 വരെ സമയം ഉണ്ടായിരിക്കും. അതായത് അവർക്ക് അരമണിക്കൂർ കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇനി പാർട്ട് 2 സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് സാറ്റ് 1:30 മുതൽ 3 മണി വരെയാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് 1:30 മുതൽ 3:30 വരെ സമയം അനുവദിച്ചിട്ടുണ്ടായിരിക്കും. ഇനി വ്യവസ്ഥകളാണ്. സ്കോളർഷിപ്പിന് അർഹത നേടുന്നതിന് മാറ്റ്, സാറ്റ് എന്നീ 2 പരീക്ഷകളിലുമായി 40% കുറയാതെ മാർക്ക് നേടിയിരിക്കണം. അതായത് 90 മാർക്കാണ് ആകെയുള്ളത്, അതിൽ 40% മാർക്കാണ് വാങ്ങേണ്ടത്. അതായത് മാറ്റിലും സാറ്റിലും 36 മാർക്ക് വീതം നേടിയാൽ ആ പരീക്ഷയിൽ നിങ്ങൾ വിജയിയായിരിക്കും. SC/ST വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 32% മാർക്ക് മതിയാകും. കേന്ദ്ര സർക്കാർ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിൽ നിന്നും ഓരോ അധ്യയന വർഷവും 3473 കുട്ടികൾക്കാണ് പ്രസ്തുത സ്കോളർഷിപ്പിന് അർഹതയുള്ളത്. യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ 9ാം ക്ലാസ് മുതലാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. തുടർന്ന് 10ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് 9ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ 55% മാർക്കും, 11ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് 10ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിൽ 60% മാർക്കും, 12ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് 11ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ 55% മാർക്കും നേടിയിരിക്കണം. SC/ST വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് 5% മാർക്ക് ഇളവുണ്ട്. സ്കോളർഷിപ്പിന് അർഹരാകുന്ന കുട്ടികൾ തൊട്ടടുത്ത വർഷം, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി, അതായത് NSP വഴി ഫ്രഷ് അപേക്ഷയും തുടർന്നുള്ള വർഷങ്ങൾ റിന്യൂവൽ അപേക്ഷയും സമർപ്പിക്കേണ്ടതാണ്. ആയതിൽ വീഴ്ച വരുത്തുന്ന സാഹചര്യത്തിൽ സ്കോളർഷിപ്പ് നഷ്ടപ്പെടുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അധ്യാപകർ ശ്രദ്ധിക്കുന്നതാണ്. കുട്ടികൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ പരീക്ഷ പാസ്സായാൽ മാത്രം മതി. പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്ക് 15%, പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് 7.5%, കുറഞ്ഞത് 40% ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് 4% എന്ന ക്രമത്തിൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ സംവരണം ഉണ്ടായിരിക്കുന്നതാണ്. ഏതെങ്കിലും ജില്ലയിൽ SC/ST വിഭാഗം കുട്ടികളുടെ കോട്ടയിൽ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ആവശ്യത്തിന് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ആ ജില്ലയിലെ ST വിഭാഗത്തിൽ നിന്നും ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ആവശ്യത്തിന് ജില്ലയിൽ ലഭ്യമല്ലെങ്കിൽ ജില്ലയിലെ SC വിഭാഗത്തിൽ നിന്നും
SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആവശ്യമായ എണ്ണം കുട്ടികളെ ഉൾപ്പെടുത്താൻ ഇരു വിഭാഗത്തിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ മറ്റു ജില്ലകളിൽ പെടുന്ന SC/ST കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികളെയും ഉൾപ്പെടുത്തുന്നതാണ്. മേൽ പരാമർശിച്ച പ്രകാരം സംവരണം അനുവദിക്കുന്നതിൽ ഓപ്പൺ മെറിറ്റ് വിഭാഗത്തിലേക്ക് അർഹതപ്പെട്ടവരെ ആദ്യം പരിഗണിച്ച ശേഷം മേൽ പ്രാതിനിധ്യം ഉറപ്പാക്കത്തക്ക വിധം സംവരണ വിഭാഗങ്ങളിൽ നിന്നും അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്നതാണ്. പ്രാതിനിധ്യം അല്ലെങ്കിൽ സംവരണം ഉറപ്പാക്കുന്നതിന് ഓപ്പൺ മെറിറ്റ് വിഭാഗത്തിൽപ്പെട്ട SC/ST ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ പരിഗണിക്കില്ല. ഏതെങ്കിലും ജില്ലയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മതിയായ പ്രാതിനിധ്യം ഇല്ലാത്ത സാഹചര്യത്തിൽ അതേ ഒഴിവുകൾ അതേ ജില്ലയിലെ ജനറൽ വിഭാഗത്തിനായി മാറ്റിവെക്കുന്നതാണ്. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ള ആകെ എണ്ണമായ 3473 എന്നത് എല്ലാ ജില്ലകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കത്തക്ക വിധം ചുവടെ ചേർക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ജില്ലാതല കോട്ട നിശ്ചയിച്ച് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതാണ്. ഓരോ ജില്ലയിലെയും 7-8 ക്ലാസ്സുകളിൽ അതത് അധ്യയന വർഷത്തിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണത്തിന്റെ അനുപാതത്തിലാണ് ഓരോ ജില്ലയ്ക്കും ആകെ അനുവദിക്കാവുന്നതിന്റെ 2/3 ഭാഗം സ്കോളർഷിപ്പ് കോട്ട അനുവദിക്കുന്നത്. ഓരോ ജില്ലയിലെയും സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 10 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികളുടെ എണ്ണത്തിന്റെ അനുപാതത്തിൽ ഓരോ ജില്ലയ്ക്കും ആകെ അനുവദിക്കുന്നതിന്റെ 1/3 ഭാഗം സ്കോളർഷിപ്പ് കോട്ട അനുവദിക്കുന്നതാണ്. 2020-21 അധ്യയന വർഷം മുതൽ NMMS പരീക്ഷ എഴുതുന്ന കുട്ടികൾ സ്കൂൾ രജിസ്റ്ററിൽ നൽകിയിട്ടുള്ള സ്ഥിര മേൽവിലാസം ഏതാണോ ആ ജില്ലയിലെ അപേക്ഷകനായിട്ടാണ് പരിഗണിക്കുന്നത്. നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്കൊന്ന് പോയി നോക്കാം. നിങ്ങളിവിടെ കാണുന്നത് 2019 നടന്ന മെന്റൽ എബിലിറ്റി ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും ആൽഫ കോഡ് ഉണ്ടായിരിക്കും. അതായത് 4 ആൽഫ കോഡുകളാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. A, B, C, D തുടങ്ങിയ ആൽഫ കോഡുകളാണ് ഇതിലുള്ളത്. നിങ്ങളിവിടെ റോൾ നമ്പർ എന്നുള്ള ഒരു കോളം കാണുന്നുണ്ടാകും. നിങ്ങളുടെ റോൾ നമ്പർ ഓരോ കോളത്തിലും ഓരോ ഡിജിറ്റ് വീതം വെച്ച് പൂരിപ്പിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ അവിടെ പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് താഴെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ സശ്രദ്ധം വായിക്കുക. ഉത്തരം നൽകേണ്ടത് OMR-ലാണ്. നിർദ്ദേശത്തിന് ശേഷം മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീൽ തുറക്കുവാനും ഉത്തരം എഴുതുവാനും പാടുള്ളൂ. നിങ്ങളുടെ റോൾ നമ്പർ ഒരു കള്ളിയിൽ ഒരു അക്കം മാത്രം വ്യക്തമായി നിങ്ങളുടെ പ്രവേശന പത്രത്തിൽ, അതായത് അഡ്മിഷൻ ടിക്കറ്റിൽ തന്നിരിക്കുന്നത് പോലെ എഴുതുക. ഈ ചോദ്യപേപ്പറിൽ ആകെ 90 ചോദ്യങ്ങളാണുള്ളത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. അതായത് നെഗറ്റീവ് മാർക്ക് ഇല്ല. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാം. മാർക്ക് നഷ്ടപ്പെടില്ല. തെറ്റായ ഉത്തരത്തിന് മാർക്ക് നഷ്ടപ്പെടില്ല. ഓരോ ചോദ്യത്തിനും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് ശരിയായ ഉത്തരത്തെ സൂചിപ്പിക്കുന്ന വൃത്തം മാത്രം താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം പൂർണ്ണമായി കറുപ്പിക്കുക. ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നുണ്ടാകും ശരിയായ രീതി, അല്ലേ? അപ്പോൾ ശരിയായ രീതിയിൽ മാത്രം വൃത്തം കറുപ്പിക്കുക. ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് കൊണ്ടുവരേണ്ടത് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പേനയാണ്. ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിന്റ് പേന ഉപയോഗിച്ചിട്ടാണ് ഈ OMR ഷീറ്റ് പൂരിപ്പിക്കേണ്ടത്. എല്ലാ ചോദ്യങ്ങൾക്കും 1 മാർക്ക് വീതമാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളുടെ പേര് ചോദ്യ പുസ്തകത്തിൻ്റെയോ ഉത്തരക്കടലാസിൻ്റെ ഒരു ഭാഗത്തും എഴുതാൻ പാടില്ല. നിങ്ങൾക്ക് റഫ് വർക്കിന് വേണ്ടി ഈ ബുക്ക്ലെറ്റിൻ്റെ, അതായത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ അവസാന ഭാഗം ഉപയോഗിക്കാവുന്നതാണ്. ചോദ്യക്കടലാസ് നൽകുന്നത് ചോദ്യ പുസ്തക രൂപത്തിലാണ്. ABCD എന്നീ 4 അക്ഷര കോഡുകളുള്ള, അതായത് ആൽഫ കോഡുകളിലുള്ള ചോദ്യ പുസ്തകങ്ങളാണ് നൽകുന്നത്. ഓരോ മത്സരാർത്ഥിക്കും നൽകിയിട്ടുള്ള ചോദ്യ പുസ്തകത്തിന്റെ ആൽഫ കോഡ് അവരുടെ പരീക്ഷാ ഹാളിലെ ഇരിപ്പിടത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ആൽഫ കോഡിൽ നിന്നും വ്യത്യസ്തമായ കോഡിലുള്ള ചോദ്യ പുസ്തകമാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഉടനടി ഇൻവിജിലേറ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡെസ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിന്റെ കൂടെ ആൽഫ കോഡ് എഴുതിയിട്ടുണ്ടാകും. ആ ആൽഫ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ OMR ഷീറ്റും അതേ ആൽഫ കോഡിലുള്ളതാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ ചോദ്യപുസ്തക ക്രമ നമ്പർ, സീരിയൽ നമ്പർ പുറം ചട്ടയുടെ വലതുവശത്ത് മുകളറ്റത്തായി ചേർത്തിട്ടുണ്ട്. ക്രമ നമ്പർ ഇല്ലാത്ത ചോദ്യപുസ്തകമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതേ അക്ഷരക്കോഡിലുള്ള, അതേ ആൽഫ കോഡിലുള്ള ചോദ്യപുസ്തകം മാറ്റി വാങ്ങുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ മെന്റൽ എബിലിറ്റി ടെസ്റ്റിന് 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറാണുള്ളത്.
90 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ മിനിറ്റിലും ഓരോ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടി വരും. 36 മാർക്കാണ് ഈ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൽ പാസ്സാവാൻ വേണ്ടത്. അടുത്തത് സാറ്റ് പരീക്ഷയിലെ നിർദ്ദേശങ്ങളാണ്. സാറ്റ് പരീക്ഷയിലും 90 മിനിറ്റ് 1.5 മണിക്കൂറാണുള്ളത്. 90 മാർക്കിനാണ് സാറ്റ് പരീക്ഷ എഴുതേണ്ടത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് പാസ്സാവാൻ 40% മാർക്കാണ് വേണ്ടത്. അതായത് 36 മാർക്ക് സാറ്റ് പരീക്ഷയിൽ നേടിയാൽ നിങ്ങൾ ഈ പരീക്ഷ പാസ്സാവും. അടുത്തത് 1 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നാണ്. അതായത് സോഷ്യൽ സയൻസിൽ നിന്നാണ് 1 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങൾ. 36 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾ ശാസ്ത്ര വിഷയങ്ങളിൽ നിന്നാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നാണ് 36 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾ. ഇനി 71 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങൾ ഗണിതത്തിൽ നിന്നാണ്. അതായത് മാത്തമാറ്റിക്സിൽ നിന്നാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ OMR ഷീറ്റ് ബബിൾ ചെയ്യുന്ന സമയത്ത് ശരിയായ രീതി ഇതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? അത് ശരിയായി കറുപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെയും എന്തില്ല, നെഗറ്റീവ് മാർക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം കൊടുക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം എഴുതുകയും അറിയാത്ത ചോദ്യം അവസാനം, പരീക്ഷയുടെ അവസാനം, അതായത് ഏറ്റവും നല്ലത് പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്കറിയാവുന്ന ചോദ്യം ആദ്യം ബബിൾ ചെയ്ത് പോവുക. അതിനുശേഷം പരീക്ഷ അവസാനിക്കാൻ ഒരു 15 മിനിറ്റ് ഉള്ളപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതാത്ത ചോദ്യം അത് ഏറ്റവും ശരിയായി നിങ്ങൾക്ക് തോന്നുന്നത് ബബിൾ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ 40% മാർക്ക് നേടാവുന്നതാണ്. ഈ പരീക്ഷയിൽ വിജയിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്ത് 3473 പേർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അതുകൊണ്ട് 40% മാർക്കാണ് കട്ട് ഓഫ്. പക്ഷേ കുറേ പേർ 40% മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മാർക്ക് കൂടുതലുള്ള 3473 പേരെയാണ്, അതായത് ആ കോട്ട അനുസരിച്ച്, ഞാൻ പറഞ്ഞ നേരത്തെ കുറേ റിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതനുസരിച്ച് 3473 പേരെ തിരഞ്ഞെടുക്കും. അപ്പോൾ വളരെ നന്നായിട്ട്, വളരെ ശാന്തമായിട്ട്, പ്രാർത്ഥനയോടുകൂടി 2021 ജനുവരി 31 വളരെ നേരത്തെ തന്നെ, ഒരു ഏകദേശം 8:30-9 മണിയോട് അടുത്ത് തന്നെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സെൻറ്ററുകളിൽ നിങ്ങൾ അവിടെ എത്തുക. വളരെ ശാന്തമായി എത്തുക. നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം.